മേനോ മുഖ്യന്റെ ബജറ്റ് വിസ്മയിപ്പിച്ചു, പറയാതെ നിവർത്തിയില്ല. പ്രത്യേകിച്ച് വിസ്മയിപ്പിച്ചത് ഉമ്മൻചാണ്ടി ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ്. അതിനുവേണ്ടി അദ്ദേഹം മാറ്റിവെച്ച തുകയെന്ന് പറഞ്ഞാൽ, വാക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് വെറുതെ പറയാനുള്ളതല്ല, പാലിക്കാനുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ 4 കോടി ജനങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആരുടെ പേരിൽ? ഞങ്ങളുടെ പുണ്യാളച്ചൻ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ഓരോ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജിന് പൂക്കി മുഖ്യൻ മാറ്റിയ ആ വൻ തുക എത്രയെന്ന് നിങ്ങൾ കേട്ടോ? സർ, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. 10 കോടി, അതായത് ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ. അപ്പോൾ 4 കുടുംബങ്ങൾ ചേരുമ്പോൾ 1 കോടിയാകും. ആകെ 40 കുടുംബത്തിന് 10 കോടി തികയും. ഈ 40 കുടുംബം എന്ന് അന്വേഷിച്ചു. അതിൽ 21 കുടുംബം തീരുമാനമായി. അത് മന്ത്രിസഭാ അംഗങ്ങളും മുഖ്യമന്ത്രിയും കൂടെ ചേർന്നപ്പോൾ 21 അംഗങ്ങളും പിന്നെ അവരുടെ അളിയന്മാരും കൊച്ചച്ചന്മാരും എല്ലാം കൂടി ചേർന്നപ്പോൾ ആ 10 കോടിയുടെ കോട്ടയായി. ആദ്യം നമ്മളെ കാര്യം നോക്കിയിട്ട് മതി, പൊതുജനങ്ങളുടെ കാര്യം. അതാണ് ഈ 10 കോടി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബങ്ങളെ ആദ്യം ഉമ്മൻചാണ്ടി കവറേജ് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആരോഗ്യ സുരക്ഷ അങ്ങ് ഉറപ്പാക്കിയിട്ട് മതി ബാക്കിയുള്ളവൻ്റെയൊക്കെ സുരക്ഷ. അതിനു വേണ്ടിയാണ് 10 കോടി രൂപ മാറ്റിവെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇങ്ങനെയൊക്കെ വലിയ മോഹന വാഗ്ദാനം വാരി കൊടുത്തതിന് ശേഷം നിന്ന നിപ്പിന് വെച്ചൊരു തേപ്പ് തേച്ചു കൊടുത്താൽ എങ്ങനെയിരിക്കും? അതല്ലെങ്കിൽ കേവലം 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ഇൻഷുറൻസായി നൽകണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രീമിയം എത്ര രൂപയാകും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ വീട്ടിൽ സ്റ്റാർ ഹെൽത്തിന്റെ ഇൻഷുറൻസ് എടുത്തവർ 5 ലക്ഷം രൂപയ്ക്ക് പ്രീമിയം എത്ര വേണം? 20,000 രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപയ്ക്ക് പ്രീമിയം വേണം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ കവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രീമിയം എവിടെ പോയി നിൽക്കും? എന്തൊരു പറ്റിക്കലാണ്! മനുഷ്യരെ വാഗ്ദാനങ്ങൾ കൊടുത്ത്, അതായത് പ്രലോഭനങ്ങൾ കൊടുത്ത് പറ്റിക്കുക എന്നൊരു മണി ചെയിൻ തന്ത്രമുണ്ട്. അതായത് നമുക്ക് തൊള്ളാമ്പറ കിട്ടുമെന്ന് പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അങ്ങ് ചാടിപ്പോകും. ആ ചാടിപ്പോകുന്നതിന് നമ്മൾ വിദഗ്ധമായി ഗുണം ചെയ്യുക. കാര്യം, ചെറിയ തുക കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് 2 മാസത്തിനകം അല്ലെങ്കിൽ 3 മാസത്തിനകം 10,000 രൂപ തന്നാൽ തിരിച്ച് 25,000 രൂപയായിട്ട് തരുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 10,000 രൂപയ്ക്ക് 25,000 രൂപ കിട്ടും എന്ന ആ ഒരു പ്രലോഭനത്തിൽ വീഴ്ത്തി നമ്മുടെ കാര്യം കാണുക, ആ 10,000 രൂപ കൂടി അടിച്ചുകൊണ്ട് പോവുക. അങ്ങനെ ഇപ്പോൾ ഈ 25 ലക്ഷം രൂപയുടെ കവറേജ് കൊടുക്കുമെന്ന രീതിയിൽ വലിയ പ്രഖ്യാപനം ഉമ്മൻചാണ്ടിയുടെ പേരിൽ തന്നെ നടത്തിയിട്ട് 10 കോടി കുണുവ മാറ്റിവെച്ച ആ വിശാല ഹൃദയം, അല്ലെങ്കിൽ അത്ര വലിയ ഭീകരമായ തുക 4 കോടി ജനങ്ങൾക്ക് വേണ്ടി മാറ്റിയ അദ്ദേഹത്തിന്റെ ആ ബുദ്ധിയെന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തുടങ്ങാനുള്ള പണി ആരംഭിച്ചു എന്ന് വരുത്താൻ മാധ്യമങ്ങളിലൂടെ വാർത്ത കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പിനപ്പുറം നക്കാപ്പിച്ച പണം കൊണ്ട് ഈ നാട്ടിലെ 4 കോടി ജനങ്ങൾക്ക് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല എന്ന് തെളിയിക്കപ്പെടുകയാണ്. എത്ര വിദഗ്ധമായിട്ടാണ് പ്രലോഭന വാഗ്ദാനങ്ങളിലൂടെ ജനങ്ങളെ പറ്റിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ബഡ്ജറ്റിലൂടെ 25 ലക്ഷം കവറേജ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം കേവലം 10 കോടി രൂപ മാറ്റിവെച്ച് ജനങ്ങളെ വെറും ഇളഭ്യരാക്കി മാറ്റിയത്. എന്ത് തരം പൂക്കിസമാണ് മുഖ്യമായത്? വോട്ട് കൊടുത്തവരോട് വല്ലാത്ത തരം പൂക്കിത്തരം ആയിപ്പോയി ഇതെന്ന് പറയേണ്ടി വരികയാണ്.